പഴയ കൂട്ടുകെട്ടുകൾ, അതായത് കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി അല്ലേ, പഴയ കൂട്ടുകാർ ഒക്കെ ആയിട്ട് ഇപ്പോഴും നിങ്ങൾക്ക് ഒരു കോണ്ടാക്റ്റ് ഉണ്ടോ? അവരെക്കുറിച്ച് ഓർക്കാറുണ്ടോ? എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ എനിക്കിപ്പോഴും ആ ഒരു കൂട്ട്, എല്ലാവരുമായിട്ടില്ലെങ്കിലും കുറച്ച് പേരുമായിട്ടുള്ളൊരു കൂട്ടമുണ്ട്. ചിലരെയൊന്നും ഞാൻ എൻ്റെ ഒരു കൂട്ട് എന്നതിൽ പെടുത്താറില്ല. കാരണം നമുക്ക് ഈ ഒരാളുടെ രീതികൾ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ക്യാച്ച് ചെയ്യാനുള്ളതുണ്ട്. നമ്മളെ എവിടെയെങ്കിലും നമുക്കിട്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമുക്കറിയാം. അങ്ങനെയുള്ള നമുക്ക് കൂട്ടൊന്നും വേണം. നമുക്കുണ്ടെങ്കിൽ ഒരാളെ ഉള്ളോ കൂട്ടായിട്ട് അവർക്ക് നല്ലൊരു മനസ്സുണ്ടാവണം. അത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ നമ്മളെല്ലാവരെയും കൂട്ടായിട്ട് ഉള്ളിൽ വിചാരിച്ചിട്ട് നമ്മളെന്തെങ്കിലുമൊക്കെ നമ്മുടേതായിട്ടുള്ള സ്നേഹങ്ങൾ പങ്കുവച്ചിട്ട് ലാസ്റ്റ് ഈ കൂട്ടുകാർ നമ്മളെ ഒഴിവാക്കി കളയുന്ന സമയം വരും. അതിലും നല്ല എന്താ, ആവശ്യമുള്ള കൂട്ട് മതി, അനാവശ്യമായ കൂട്ടുകളൊന്നും വേണ്ട. അതൊക്കെ നമുക്ക് വേദനയെ തരുള്ളൂ. നമ്മളെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ സൗഹൃദം ആഗ്രഹിക്കുന്നവരെ മാത്രമേ നമ്മൾ കൂട്ടായി കൂടെ കൂട്ടാവുള്ളൂ. അല്ലാതുള്ള ഒറ്റ മനുഷ്യരെയും നമ്മൾ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരിയായിട്ട് കാണാൻ പാടില്ല. കാരണം അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ നമുക്ക് ദുഃഖങ്ങൾ മാത്രമേ തരുള്ളൂ. ഉറപ്പ് കാര്യമാണ്. കാരണം നമ്മളെ ആവശ്യമുള്ള ഒരാൾ മാത്രമേ നമുക്ക് വേണ്ടിയിട്ട് നിൽക്കുകയുള്ളൂ. കാരണം എന്താ, നിസ്സാരമല്ലേ, അവർക്ക് നമ്മളുടെ കൂട്ട് ആവശ്യമാണ്. നമ്മളല്ലെങ്കിൽ വേറെ ആളുകൾ ഉണ്ട് എന്ന മനസ്സുള്ളവർക്ക് എന്താണ്, നമ്മൾ പോയാലും വന്നാലും അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, ഇല്ലേ? ഉറപ്പാണ്. നമ്മളെ 10 ദിവസം കാണാതിരുന്നാൽ 11ാമത്തെ ദിവസം നമ്മളെ തിരക്കുന്ന ഒരാളാണെങ്കിൽ അവരെ നമ്മൾ അംഗീകരിക്കണം. അവരെ നമുക്ക് കൂടെ, കാരണം നമ്മളെ അന്വേഷിച്ചു എന്ന് പറയും. ഇത് തിരക്കേ ഇല്ലെങ്കിൽ എന്താണ്, പിന്നെന്താണ്, ഇല്ലേ? ഇപ്പം ചില പഴയ സ്കൂളിലെ അല്ലെങ്കിൽ കോളേജ് കാലഘട്ടത്തിലെ കൂട്ടുകാരെയൊക്കെ ഇങ്ങനെ ഇപ്പം ഗ്രൂപ്പ് വഴിയൊക്കെ പരിചയപ്പെടും. പക്ഷേ അവരൊക്കെ ആ ജസ്റ്റ് ഹായ് ഹോയ് പറഞ്ഞിട്ടങ്ങ് പോകും. അതൊക്കെ വെറുതെയാണ്. കൂടുതൽ അവരവരുടേതായ തിരക്കുകളിലേക്ക് മാറിപ്പോകുന്നവരാണ്. പക്ഷേ അതിലൊന്ന് 2 പേരെങ്കിലും കാണും കേട്ടോ, നല്ല മനസ്സോടുകൂടി സൗഹൃദം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ. അങ്ങനെയുള്ളവരെ നമുക്ക് ആവശ്യമുണ്ട്. അവർക്ക് സ്നേഹം എവിടേക്കോ ഉള്ളിൽ എവിടേക്കോ തട്ടിയിട്ടുണ്ട് അവരുടെ മനസ്സിൽ. അവർ നമ്മളെ വിട്ട് പോകത്തില്ല. എത്ര നാൾ കഴിഞ്ഞാലും പലതും ഇങ്ങനെ ഓർമ്മയോടെ നിൽക്കും. നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടാകും ഏതെങ്കിലും രീതിയിലൊക്കെ. നമ്മുടെ ഒക്കെ ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് വേണ്ടി വാദിക്കാൻ അവർ കാണും. മറ്റുള്ളവരെ ആര് തള്ളിപ്പറഞ്ഞാലും ഈ ഒരാളെങ്കിലും നമ്മളുടെ കൂടെ നിൽക്കും. നമ്മുടെ ഭാഗത്ത് ചെറിയൊരു തെറ്റുണ്ടെങ്കിൽ അതിനെ ന്യായീകരിച്ച് നമ്മുടെ കൂടെ നിൽക്കും. അഥവാ നമ്മുടെ ഭാഗത്ത് വലിയൊരു തെറ്റാണെങ്കിൽ നമ്മളോട് മാത്രമായിട്ടത് പറയും, നീ കാണിച്ചത് തെറ്റാണ്, ഇനി അങ്ങനെ ചെയ്യരുത്, അതുകൊണ്ടുള്ള ഫലം ഇതാണ്, ഇങ്ങനെയൊക്കെ പറയുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട്. അതാണ് നമ്മുടെ വിജയത്തിൻ്റെ ഒരു ഭാഗം. ഒരു സാമ്പത്തിക സഹായം വന്നു, ഞാനുണ്ട്, നിനക്ക് എപ്പോൾ വേണം അല്ലെങ്കിൽ എപ്പോൾ തിരിച്ചു തരാൻ പറ്റും. പക്ഷെ അങ്ങനെയുള്ളവരെ നമ്മൾ ഒരിക്കലും ചതിക്കരുത്. ചതിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? അയാൾക്ക് പിന്നീട് മറ്റാരോടും ഇത്തരത്തിലൊരു സൗഹൃദം ഉണ്ടാക്കാനായിട്ട് തോന്നുകയില്ല. മനസ്സിലായോ? അങ്ങനെയുള്ളവരെ നമ്മൾ ഒരിക്കലും ചതിക്കരുത്. അവർ മറ്റുള്ള നല്ല ആളുകളെ പോലും വിശ്വസിക്കാത്ത ഒരു സാഹചര്യത്തിൽ പോകും. അവരെ കുറ്റപ്പെടുത്തും ആൾക്കാർ. എന്നോട് അന്നേ പറഞ്ഞല്ലേ ഇന്നാളെ വിശ്വസിക്കരുതെന്ന്, ഇപ്പം എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞ് ചുറ്റുപാടുമുള്ളവർ അവരെ കുറ്റപ്പെടുത്തും. അപ്പോൾ അയാളെ തന്നെ ശപിക്കുന്ന രീതിയിലായിപ്പോൾ ശരിയാണ്, എന്തിനാ ഭയങ്കരമായിട്ടും കുറ്റബോധം തോന്നും. അപ്പോൾ അങ്ങനെ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരിക്കലും അയാൾക്ക് ഒരു ചതി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. അത് ഈശ്വരൻ പോലും പൊറുക്കുകയില്ല. അല്ലേ, ഞാൻ പറഞ്ഞ ശരിയല്ലേ? അപ്പോൾ പഴയ നല്ല സൗഹൃദങ്ങൾ ഓർത്തെടുക്കുക. അവരുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് തന്നെ പോകട്ടെ, നന്നായിരിക്കട്ടെ, മനസ്സ് ഹാപ്പിയാക്കി ഇരിക്കും. ഓക്കെ.